ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഞങ്ങൾ നാത്തൂന്മാരുടെ വക ഓണാശംസകൾ. അപ്പോൾ ഇന്ന് കുറച്ച് ഓണം സ്പെഷ്യൽ വീഡിയോസ് ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ആദ്യം നമുക്ക് പൂവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പല സ്ഥലങ്ങളിലും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പൂവട, ഓണമട. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പൂവട എന്നാണ് പറയുക. പ്രത്യേകിച്ച് ഇത് ഉത്രാടത്തിൻ്റെ ദിവസങ്ങളിലാണ് കേട്ടോ ഞങ്ങളുടെ അവിടേക്കൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ശർക്കര കുറച്ച് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് അധികം അളവിൽ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം എന്തായാലും ശർക്കര ഉരുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാമല്ലോ. അപ്പോൾ പിന്നീട് ശർക്കര കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എളുപ്പമുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് പൊടിച്ച് ചേർക്കാനുള്ള ഏലക്കയും ജീരകവും ഒരു ചുക്കിൻ്റെ കഷ്ണവും വെച്ചിട്ടുണ്ട്. അതും വളരെ കുറവളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഫ്രഷായിട്ട് അപ്പം തന്നെ പൊടിച്ച് ചേർക്കുന്നതാണ് ഭംഗി. പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ഇടികല്ലിൽ വെച്ചിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ അളവ് കൂടുതൽ വേണമെന്നുള്ള പ്രശ്നമില്ല. മിക്സിയിലാകുമ്പോൾ നമുക്ക് ഇത്ര അളവിൽ പൊടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശർക്കര പാനി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു 3 ഉണ്ട ശർക്കര പൊടിച്ചിട്ടാണ് കേട്ടോ ഉരുക്കാനെടുത്തത്. അത്രയും നമുക്ക് ഇന്നത്തെ ഞാൻ ഉണ്ടാക്കുന്ന അളവിലേക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് വെച്ചു. ഇനി നമുക്ക് പൂവട ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 അടയാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു അരമുറി തേങ്ങ തന്നെ ധാരാളമാണ്. അപ്പോൾ തേങ്ങ ചിരകിയതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. എത്രത്തോളം മധുരം വേണം ആ ഒരളവിൽ. കുറച്ച് കട്ടിയുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചുക്കും അതേപോലെ തന്നെ ജീരകവും ഏലക്കയും കൂടെയുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിച്ച അത്രയും തന്നെ അളവ് തന്നെ എനിക്ക് വേണ്ടി വന്നില്ല. ബാക്കി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തേങ്ങയിലൊന്ന് തിരുമ്മി പിടിപ്പിക്കുകയാണ്. കൈകൊണ്ട് തിരുമ്മുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സ്പാറ്റില കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി നമ്മുടെ തേങ്ങയിലെയും ശർക്കരയിലെയും നീരൊക്കെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചു കേട്ടോ. ഇനി നമുക്ക് അടയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടി അങ്ങ് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പൊടിയാണ് കേട്ടോ. കറക്റ്റ് 1 കപ്പ് തന്നെയുണ്ട്. അത് കുറച്ചൊക്കെ തൂകിപ്പോയെങ്കിലും. അപ്പോൾ ഈ 1 കപ്പ് പൊടിക്ക് എനിക്ക് 4 അത്യാവശ്യം വലിപ്പമുള്ള 4 അടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റിയത്. അതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടല്ല തിളപ്പിച്ചത്. വെള്ളം ജസ്റ്റ് കെറ്റിലിൽ നന്നായിട്ട് തിളപ്പിച്ച ശേഷം പൊടിയിലേക്കാണ് ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പ് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ തിളപ്പിച്ച വെള്ളം ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം വീണ്ടും എനിക്കൊരു 1/2 കപ്പോളം വെള്ളം വേണ്ടി വന്നു. അപ്പോൾ 1 കപ്പ് പൊടിക്ക് എനിക്ക് 1.5 കപ്പോളം വെള്ളം വേണ്ടി വന്നു. അപ്പോൾ അതും അല്പാൽപമായിട്ടാണ് ചേർത്ത് കൊടുത്തത്. കാരണം നമ്മളിങ്ങനെ പൊടിയിലേക്ക് ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കട്ട കൂടാനും അതേപോലെ തന്നെ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാൻ ഇടയുണ്ടല്ലോ. അതുകൊണ്ട് അല്പാൽപമായിട്ട് കുഴച്ച് അതിനുശേഷം വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്തു. അങ്ങനെ 1.5 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ആട ഉണ്ടാക്കുന്ന അരിപ്പൊടി കൊണ്ട് കുഴച്ചുണ്ടാക്കുന്ന ഡോ കുറച്ചിങ്ങനെ ലൂസായിരിക്കണം. ഒരുപാട് നമ്മൾ വെള്ളം പോലെ ആവരുത്, ഭയങ്കര കട്ടിയുള്ളതാവരുത്. എങ്കിലേ നമുക്കിങ്ങനെ ഇലയിൽ വെച്ചിങ്ങനെ പരത്തി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ഇടിയപ്പമാവിനേക്കാൾ ഇച്ചിരി ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവുന്നതാണ് നല്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കൊണ്ട് കുഴച്ചു. പിന്നീട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് നമ്മുടെ ആ പൊടി ഒന്ന് ഒരു വേവുന്ന പരുവം, അതായത് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കുഴച്ച് പരത്തി ഇപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പത്തിൻ്റെ പൊടിയാണ്, തീരെ തരിയില്ലാത്ത പൊടി വേണം എടുക്കാൻ. അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പൊടി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇനി വാഴയിലേക്കകത്തേക്ക് നമുക്ക് ഓരോ പിടി എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പരത്തുമ്പോൾ 1 പിടി ആണ് ഞാനിങ്ങ് എടുത്തത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. 1 പിടി എടുത്ത് നമ്മുടെ ഇലയിൽ അങ്ങ് നന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ മാവ് ഒരുപാട് ഇങ്ങനെ കട്ടിയാക്കി കഴിഞ്ഞാൽ നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് അങ്ങ് പരന്ന് പോരത്തില്ല. അതിന് വിട്ട് പൊട്ടിപ്പോകാനായിട്ട് ഇടയുണ്ട്. ഒരുപാട് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഫില്ലിങ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണമെന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ പരത്തി നമ്മളിങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങനെ നീണ്ട് നിവർന്ന് വരുന്നത് കണ്ടോ. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ അട നന്നായിട്ട് പരത്തി കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആദ്യമേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിങ്, തേങ്ങയും ശർക്കരയും കൂടെയും കൂടിയിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പഴം ഒന്ന് നെയ്യിൽ വാട്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കിടു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഞാൻ ഏത്തപ്പഴം അന്വേഷിച്ചപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്തേനെ. അപ്പോൾ അതാ ഇനി നമുക്കതൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വാഴയില ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന വാഴയിലയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ നമ്മുടെ വാഴയില കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഇത് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. എന്നിട്ട് ഇതേപോലെ കീറി ഞാൻ പേപ്പറിലാക്കി അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് റാപ്പറിൽ പൊതിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. ആ ഒരു ഇലയുടെ ഒരു കളറൊന്നും പോവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും നഷ്ടപ്പെടുകയൊന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അതാ വീണ്ടും അടുത്ത അട കൂടെ ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ആകെ 4 അട, ഈ ഒരു വലിപ്പത്തിലുള്ള 4 അടയാണ് കേട്ടോ ഞാൻ കുഴച്ച മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത്. ഞങ്ങൾക്ക് 2 പേർക്ക് അത് തന്നെ ധാരാളമാണ്. അപ്പോൾ അതാ വീണ്ടും ഫില്ലിങ് വെച്ചു. എന്നിട്ട് ഇല കൊണ്ട് ഇങ്ങനെ അടച്ച് നമ്മളങ്ങനെ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് പിടിക്കുമ്പോൾ അറിയാം ആ ഒരു നമ്മുടെ അരിമാവിൻ്റെ എൻ്റെ എവിടെയാണ് അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നടുക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫില്ലിങ് ഇങ്ങനെ ഞെങ്ങിയിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ വെള്ളം കൂടി ഉള്ളല്ലേ ഇല പൊട്ടിപ്പോകാനൊക്കെ ഇടയുണ്ട്. അതുകൊണ്ട് ആ അരിമാവിൻ്റെ എൻ്റെ ഭാഗം വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ആ സൈഡ് അങ്ങ് ഒട്ടിക്കാനായിട്ട്. ഇനി നമുക്ക് ആവി പാത്രത്തിൽ വെച്ചിട്ടങ്ങ് ആവി കയറ്റാം. അപ്പോൾ എൻ്റെ തീരെ ചെറിയൊരു സ്റ്റീമറാണ് കേട്ടോ. അപ്പോൾ വെള്ളം വെച്ച് നന്നായിട്ട് ആവി കയറി ആ പാത്രത്തിൽ ആവി കയറിയ ശേഷമാണ് നമ്മൾ ഈ ഇലയട വെച്ച് കൊടുക്കുന്നത്. അല്ലാതെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇലയടയും വെച്ച് കഴിഞ്ഞിട്ടല്ല ഗ്യാസ് ഓണാക്കുന്നത്. വെള്ളമൊക്കെ തിളച്ച് ആവി വന്ന ശേഷമാണ് ഇലയട വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റ് മതി, അതിനുള്ളിൽ തന്നെ നമ്മുടെ ഇലയട റെഡിയാക്കി കിട്ടും. ഒരുപാട് നേരമായിട്ട് ആവി കയറ്റാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ആ അട നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടി കൂടിയിട്ടൊരു റബ്ബർ പരുവം പോലെയാവും. അപ്പോൾ നല്ല ഇലയട റെഡിയായി കഴിഞ്ഞു, അല്ലെങ്കിൽ പൂവട റെഡിയായി കഴിഞ്ഞു. ഞങ്ങളുടെ അങ്ങോട്ടേക്കൊക്കെ പറഞ്ഞല്ലോ ഉത്രാടത്തിനാണ് കൂടുതലും പൂവട ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി എമ്മിയായിട്ടുള്ള ഇലയട റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒന്നാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇതൊക്കെ അറിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങൾ ഇലയട ഉണ്ടാക്കുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ ഇതിൻ്റെ ഫില്ലിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അരിമാവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റീമറിൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടും ഇതുണ്ടാക്കി എടുക്കാം കേട്ടോ. ഇതാ നല്ല പൂവട റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാനിതങ്ങ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് പാലട ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുക്കറിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. 1/4 കപ്പ് പാലട ചേർത്ത് കൊടുത്തു. പാലട വെള്ള പാലടയാണ്, അരിപ്പാലടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പാലട വേവിക്കുന്നത്. അതായത് വെള്ളം നന്നായി വെട്ടി തിളച്ച ശേഷം അതിലേക്ക് നെയ്യും പാലടയും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമ്മൾ ആ കുക്കറിൻ്റെ അടപ്പങ്ങ് അടയ്ക്കുകയാണ്. വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാണ്. ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ പാലട കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ വെള്ളം വെക്കുമ്പോൾ ഒരല്പം കൂടുതൽ വെള്ളം വെച്ചോളുക. കാരണം നമുക്കിത് കഴിഞ്ഞ് ഊറ്റിയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം വേണം നമ്മൾ കുക്കറിൽ ഒഴിക്കാനായിട്ട്. കുക്കർ തന്നെ വേണമെന്നില്ല, നല്ല അടച്ചുറപ്പുള്ള നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയാലും മതി. ഇനി ഞാനിവിടെ പാല് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 ലിറ്റർ പാല്, നല്ല കൊഴുപ്പുള്ള പാലും 1/4 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എന്തിനാണ് നെയ്യും പഞ്ചസാരയും ചേർത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാലിങ്ങനെ തിളയ്ക്കാൻ നേരത്ത് നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യും പഞ്ചസാരയും ആദ്യമേ തന്നെ ഒന്ന് സോട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാലിങ്ങനെ അടിക്ക് പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്, ഓർത്ത് വെച്ചോ. ഇനി നമുക്കൊന്ന് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിലിരുന്ന് അത് പയ്യൊന്ന് സാവധാനം തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കിങ്ങനെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഈ പാല് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഉള്ളിലെ ഒരു വെള്ളം വറ്റി ഒരു 10% പാലകടം വറ്റി കഴിയുമ്പോഴാണ് നമ്മുടെ പാലടയ്ക്ക് നല്ലൊരു കളർ കിട്ടുക. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മുടെ പാലട വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് എന്തായാലും പാലിങ്ങനെ ഇരുന്ന് ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലിങ്ങനെ തിളച്ച് തൂവി പോവാതെ നോക്കണം. തിള വന്നു കഴിയുമ്പോൾ ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി ആ തിളയൊക്കെ ഒന്ന് മാറ്റി വിട്ട ശേഷം വീണ്ടും ഇങ്ങനെ ഇട്ടിങ്ങനെ തിളപ്പിക്കാം. തിളച്ച് ആ പാലൊന്ന് കുറുകി വന്നാലേ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് നമ്മുടെ പാലടയ്ക്ക് കിട്ടുകയുള്ളൂ.
കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരുടെയും ഓണമൊക്കെ എവിടം വരെ എത്തിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് കമൻസിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓണമൊക്കെ എല്ലാവരും അതിൻ്റെ ആഘോഷത്തിൻ്റെ തിരക്കിലേക്ക് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരുടെ ഓഫീസിലും വീടുകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ സെലിബ്രേഷൻസാണ്. അതേപോലെ തന്നെ സ്കൂൾ അവധി തുടങ്ങി. പിന്നെ ഇനി നമ്മുടെ തിരുവോണമൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും തിരക്കിലാണെന്നറിയാം. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ, ഇഷ്ടമാണെങ്കിൽ മാത്രം. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വേണം അതൊന്ന് തിളപ്പിച്ച് കുറുകി എടുക്കാനായിട്ട്. എങ്കിൽ നമ്മൾ നല്ലൊരു കളർ നമ്മുടെ പാലടയ്ക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ പാലട അറിയാലോ, ഉണ്ടാക്കിയിട്ടുള്ളവർക്കെല്ലാം അറിയാം. നമ്മളിങ്ങനെ വേറെ എക്സ്ട്രാ ചുക്കുപൊടിയോ അല്ലെങ്കിൽ ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ കാഷ്നട്ടോ കിസ്മിസോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ചേർക്കാറില്ല. ഏലക്കപ്പൊടി പോലും ഞാനിവിടെ ചേർക്കുന്നില്ല. ചില ആളുകൾ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ യാതൊരുവിധ ഫ്ലേവറുകളൊന്നും തന്നെ ചേർക്കുന്നില്ല. അങ്ങനെയാണ് സാധാരണ ഒതൻറ്റിക് ആയിട്ടുള്ള പാലട ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമ്മളിതാ പാലിങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ പാലട നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പയിലൂടെ ഊറ്റിയെടുത്ത് ഒന്ന് കഴുകിയെടുക്കണം പാലട. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാലിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഊറ്റിയെടുത്ത് വെച്ച പാലട ഞാൻ ചേർക്കുകയാണ്. ഞാൻ 1 മണിക്കൂറിന് ശേഷമാണ് കുക്കർ തുറന്നത്. ഇനി നമുക്ക് പാലട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉണക്കലരിയുടെ പാലട കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ പാലടയ്ക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് വരും. അപ്പോൾ പായസത്തിലേക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ വരും. സാധാരണ നമ്മൾ പാലട ഉണ്ടാക്കുമ്പോൾ സദ്യക്കാണെങ്കിലും അല്ലെങ്കിൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു പിങ്ക് പാലടയ്ക്ക് കൂടുതൽ ഉപയോഗിക്കുക ഉണക്കലരിയുടെ പാലടയാണ്. അപ്പോൾ എനിക്കിവിടെ അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ വെള്ള പാലട ചേർത്തു എന്ന് മാത്രം. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. പാലട ഒന്നൊന്നിലേക്ക് ഒട്ടാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് വെന്തിട്ടുള്ളൂ, ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ വീണ്ടും ഒരു 15-20 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഞാൻ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഞാൻ 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് മധുരത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുത്തത്. ഞങ്ങൾക്കങ്ങനെ ഒരുപാട് മധുരം മുന്നിലേക്ക് നിൽക്കുന്ന അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് കുറച്ച് അളവ് സാധാരണ എല്ലാവരും പായസത്തിന് എടുക്കുന്നതിനേക്കാളും ചിലപ്പോൾ ഇച്ചിരി അളവ് കുറവായിരിക്കും ഞങ്ങളുടെ പായസത്തിന്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്തുകൊള്ളുക. പഞ്ചസാര നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുൻപ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ പഞ്ചസാര ചേർത്താൽ പാല് കുറുകി വരുമ്പോൾ ചിലപ്പോൾ പഞ്ചസാര വീണ്ടും കൂടി മുന്നിലേക്ക് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പായസം ഉണ്ടാക്കി തീരാറായ ഒരു അവസാനത്തെ 10 മിനിറ്റിൽ മാത്രം ചേർത്ത് കൊടുക്കുന്ന കേട്ടോ നല്ലത്. പിന്നെ അവസാനം ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാലട ഇരിക്കുമ്പോൾ മുകളിൽ പാട വന്ന് കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മേളിൽ ഇങ്ങനെ പാട കെട്ടി നിൽക്കത്തില്ല കേട്ടോ. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. സിമ്പിളായിട്ട് നമ്മുടെ പാലട റെഡിയായി കഴിഞ്ഞു. ശരിക്കും പാലട എനിക്ക് തോന്നുന്നു ഈ ലൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള കളർ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അതിന് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലൈറ്റിൻ്റെ കാര്യങ്ങളും കൊണ്ടായിരിക്കും അതിൻ്റെ ആ കളർ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മൂടി വെച്ചു, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ പാലട എടുത്തു കഴിഞ്ഞാൽ നല്ല കിട്ടുമായിട്ടുള്ള എമ്മി പാലട റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പായസമായി, പൂവടയായി, ഓണങ്ങ് തകൃതിയായിട്ട് ഓണ സ്പെഷ്യൽ വീഡിയോസൊക്കെ ആയി. ഇനി ഞാനൊരു ഓണക്കോടി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ, ഓണാവാറായില്ലേ. അപ്പോൾ ഒരു ഓണക്കോടി എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഓണക്കോടി എല്ലാ കൊല്ലം എടുക്കുന്ന ശീലമൊന്നുമില്ല. ഈ പ്രാവശ്യം ഒരു ഡ്രസ്സ് എടുക്കാൻ പ്ലാൻ ചെയ്തു, അത് ഓണത്തിനായി. അപ്പോൾ അതൊരു ഓണക്കോടിയായി. അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇച്ചാനൊരു കോട്ട് വാങ്ങണം. അപ്പം പോകാൻ നേരത്ത് നല്ലതെല്ലാം എനിക്ക് കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ നടക്കുക. ഡ്രസ്സ് ഇറങ്ങിയിട്ട് ഇച്ചിരി ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നടത്തുമായി ഡ്രസ്സ് എടുക്കലുമായല്ലോ. നമുക്ക് എന്താ പറയുക, ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് കിട്ടുന്ന ഒരു സ്റ്റോറിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പ്രീമാർക്ക് എന്നാണ് അതിൻ്റെ പേര്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അവിടുത്തെ. പിന്നെ മെറ്റീരിയൽ വൈസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർ ഓരോ സീസൺ വൈസായിട്ടാണല്ലോ ഇടുന്നത്. സമ്മറിൽ ഇടുന്ന ഡ്രസ്സ്, വിൻ്ററിൽ, സ്പ്രിങ് സീസണിൽ വേറൊന്ന്, അങ്ങനെ.
അപ്പോൾ ഓരോ സീസണിലേക്ക് ഇടാനുള്ള ഡ്രസ്സ്, അതായത് ഒരു വിൻ്റർ കഴിഞ്ഞ് പിന്നെ അടുത്ത വിൻ്ററിലേക്ക് അത് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വിലയാണ് അവിടുത്തെ തുണികൾക്കുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ നോക്കാം, നല്ലത് വല്ലതും കാണുവാണെങ്കിൽ വാങ്ങിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നടക്കുവാണ് കേട്ടോ. ഓഗസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും, ഓഗസ്റ്റ് അല്ല സെപ്റ്റംബർ ആയതുകൊണ്ട് എല്ലാവരും തന്നെ വെക്കേഷനിൽ ഇറങ്ങിയേക്കുക. അപ്പോൾ നമുക്കിവിടെ മിലാനിലുള്ള ആൾക്കാർ ചിലപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല, കൂടുതലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. മിലാനിലെ കടകൾ കൂടുതലും ഈ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ അധികം നമുക്ക് എപ്പോഴും എന്താ പറയുക, ആവശ്യമില്ലാത്ത കടകളൊക്കെ മിക്കതും അടഞ്ഞു കിടക്കുമായിരിക്കും. എല്ലാവരും തന്നെ ട്രിപ്പ് പോയേക്കുമായിരിക്കും. അതുകൊണ്ട് ഇന്നിപ്പോൾ ശനി ഞായർ ദിവസങ്ങളായതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ തിരക്കുണ്ട്. അല്ലെങ്കിൽ തിങ്കൾ മുതൽ വലിയൊരു ദിവസമൊക്കെ ഈ ഓഗസ്റ്റ് മാസമൊക്കെ റോഡിലേക്ക് ഇറങ്ങി നമ്മുടെ നാട്ടിലെ ഹർത്താൽ നടത്തുന്ന പോലെ വല്ലപ്പോഴും ഒരു വണ്ടിയും ആൾക്കാരൊക്കെ പോയാലായി. അപ്പോൾ നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം, ഞാൻ കൂടുതൽ കഥ പറയുന്നില്ല. മിലാനൊരു ഫാഷൻ സിറ്റി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രീ മാർക്ക് എത്തുന്നതിന് മുമ്പേ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കണ്ട കടയിൽ തന്നെ കയറി അവിടെ ചെന്ന് ആദ്യമേ കണ്ട കോട്ട് തന്നെ ഇച്ചാന് ഇഷ്ടപ്പെട്ടു. അത് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയപ്പോൾ തന്നെ കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ പിന്നെ അതങ്ങ് ഫിക്സ് ചെയ്തു. പിന്നെ കൂടുതൽ തിരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, എനിക്കിങ്ങനെ ഒരുപാട് കടകൾ കയറി ഇറങ്ങി ഇങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സെലക്ട് ചെയ്യാൻ ഞാൻ ഭയങ്കര ചൂസിയാണ്. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര വലിയ സെലക്ഷൻ ഉണ്ടായിട്ടുണ്ടല്ല, എനിക്ക് പല പല കൺസേണുകളായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പറ്റിയത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ പോയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇത് പിന്നെ നമ്മുടെ മിലാൻ സിറ്റി ദോമോയുടെ അടുത്താണ് സ്റ്റാർ ബുക്ക് റിസർവ്. അതേപോലെ തന്നെ ഒരു ജാപ്പനീസ് ഒരു സ്റ്റോറുണ്ട് യൂണിക്ലോ. ഭയങ്കര അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇവരുടെ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ജീനിയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ ജസ്റ്റ് കട കയറി നടന്നതല്ലാതെ ഓണക്കോടി ഒന്നും എനിക്ക് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടയായി, പായസമായി, ഓണക്കോടിയായി. അപ്പോൾ അടിപൊളി ഒരു ഓണമാണ് ഇത്തവണ, എല്ലാവർക്കും അറിയാം. എല്ലാവരും എൻജോയ് ചെയ്യുക. ഞങ്ങളുടെ ഓണാശംസകൾ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.